ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് 71 സെന്റ് സ്ഥലവും അതിൽ ഉൾപ്പെടുന്ന 13,400 സ്ക്വയർ ഫീറ്റ് കൊമേഴ്സ്യൽ കം റെസിഡൻസ് ബിൽഡിങ്ങും അതിൽ വരുന്ന AC 64 ക്യാമറകൾ, സോളാർ ഇൻവെർട്ടറുകൾ, അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തി ആണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത്. സെക്കൻഡ് പ്രൈസ് ഒരു സെക്കൻഡ് ഹാൻഡ് ഇനോവ ആണ് കൊടുക്കുന്നത്. തേർഡ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ആൾട്ടോ കാറ്. ഫോർത്ത് പ്രൈസ് നമ്മളൊരു സ്കൂട്ടറാണ് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ്. ഫിഫ്ത്ത് പ്രൈസ് 5 പേർക്ക് ഗോൾഡ് കോയിനാണ് കൊടുക്കുന്നത്. 25,000 ടോക്കണാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ടോക്കൺ 2,500 രൂപയാണ്. എല്ലാവരും മാക്സിമം ടോക്കൺ എടുത്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ എൻജോയ്ഡിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻജോയ്ഡിഞ്ച് പ്രോഗ്രാമിൽ നമുക്ക് കുറച്ച് മത്സരാർത്ഥികളെ കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? എന്ത് ചെയ്യുന്നു? ഏത് ക്ലാസ്സിലാണ്? 8ല. സ്ഥലം എവിടെ? പോങ്ങുമൂട്. ഹൗസ് വൈഫ്. ചേച്ചിക്കായിരുന്നു ഭയങ്കര താല്പര്യം. ഈ ഒരു ഞാൻ ചെന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും ഭയങ്കര താല്പര്യപ്പെട്ടു വന്നു. എൻ്റെ പേര് ഹേമന്ത്. ഞാൻ 9ൽ പഠിക്കുന്നു. സുചിത്ര. ഞങ്ങളൊരു ഫാമിലിയാണ്. ഒരു ഫാമിലി. ഓക്കെ. ഇത് മോള്. പേര് ഗിരിധര ശർമ്മ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കരുനാഗപ്പള്ളി, കൊല്ലം. കരുനാഗപ്പള്ളി. ഇപ്പോൾ കൊല്ലത്തുനിന്ന് ഒരാളുണ്ട്, ട്രിവാൻഡ്രത്ത് 4 പേരുണ്ട്. ഇവിടെ എല്ലാവരെയും പരിചയപ്പെട്ടു. എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് ആൻസർ പറയുന്നവർക്ക് സമ്മാനമുണ്ട്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. ആരാണോ കൂടുതൽ ആൻസർ പറയുന്നവരൊക്കെയാണ് ഗിഫ്റ്റ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ അങ്ങനെയൊന്നും ആരും പറയാതിരിക്കത്തില്ല. ഞാൻ നല്ലതുപോലെ ക്ലൂ വരും പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. അവിടെ കണ്ടു, ഇവിടെ കണ്ടു, പിന്നെ കണ്ടില്ല. എന്താണ്? അവിടെ കണ്ടു, ഇവിടെ കണ്ടു, പിന്നെ കണ്ടില്ല. എന്താണ്? മിന്നൽ. മിന്നൽ കറക്റ്റ് ആൻസർ ആയിട്ട് പറയാം അല്ലേ? ഓക്കെ, മിന്നൽ കറക്റ്റ് ആൻസർ ആണ്. മിന്നൽ എപ്പോഴും കാണാലോ. മിന്നൽ കറക്റ്റ് ആൻസർ ആണ്. അതുപോലെ മിനിങ് അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ചേച്ചിക്ക് 1 പോയിന്റ് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അകത്തിരിക്കുന്നവനെ പുറത്ത് കാട്ടുന്ന കണ്ണാടി. എന്താണ്? അകത്തിരിക്കുന്നവനെ പുറത്ത് കാട്ടുന്ന കണ്ണാടി. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ജനലല്ല, പുറത്ത് കാട്ടുന്ന കണ്ണാടി. ഡാഷിന്റെ കണ്ണാടിയാണെന്നൊക്കെ. മുഖം ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റിന്റെ ആൻസർ രണ്ടുപേരും പറഞ്ഞു. ഒരു ഫാമിലിയിൽ നിന്ന് തന്നെയാണ് 2 ക്വസ്റ്റിന്റെ ആൻസറും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3ാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണേ. അങ്ങോട്ടോടും ഇങ്ങോട്ടോടും നേരെ നിന്ന് സത്യം പറയും. എന്താണ്? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലോക്ക് അല്ല. എല്ലാ കടകളിലും ഈ ഒരു സാധനം ഉണ്ട്. ചെരുപ്പല്ല. അങ്ങോട്ടോടും ഇങ്ങോട്ടോടും നേരെ നിന്ന് സത്യം പറയും. കടകളിലൊക്കെ. CCTV അല്ല. അങ്ങോട്ടോടും ഇങ്ങോട്ടോടും നേരെ നിന്ന് സത്യം പറയും. അത് തന്നെ പറഞ്ഞു. വെയിറ്റ് മെഷീൻ. ത്രാസ്. ഇവിടെ ക്ലൂ ഇട്ട് ഇവിടെ വെയിറ്റ് മെഷീൻ ആയി. ഇവിടെ ത്രാസ് കറക്റ്റ് ആൻസർ കിട്ടി. അപ്പോൾ 3 ക്വസ്റ്റിന്റെ ആൻസർ കിട്ടി. ഒരു വീട്ടിലേക്കല്ലേ പോകുന്നത്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന കിങ്ങിണി പത്തായം എന്താണ്? കണ്ണ് കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ 1 പോയിന്റ് കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. അമ്മ കിടക്കും, മകളോടും. ഇതൊക്കെ പണ്ട് മുതലേ കേൾക്കുന്ന. മത്തങ്ങയല്ല, തണ്ണിമത്തല്ല. അമ്മ കിടക്കും, മകളോടും. അരകല്ല് കറക്റ്റ് ആൻസർ. അടുക്കളയൊക്കെ ചിന്തിച്ചിട്ടോ. 2 ക്വസ്റ്റിന്റെ ആൻസർ ആയി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6ാമത്തെ ക്വസ്റ്റ്യൻ. അച്ഛൻ സൂര്യനാണ്, അമ്മ കടൽ. കുടിൽ തൊട്ട് കൊട്ടാരം വരെ പ്രവേശനമുള്ള ഇത്തിരി കുഞ്ഞൻ ആരാണ്? ഉപ്പ്. അടുക്കളയായിട്ട് ബന്ധമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ പറയുന്നുണ്ട്. അപ്പം 3 ക്വസ്റ്റിന്റെ ആൻസർ ആയി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അകത്ത് രോമം, പുറത്ത് ഇറച്ചി. എന്താണ്? മൂക്ക് കറക്റ്റ് ആൻസർ. അപ്പോൾ 2 ക്വസ്റ്റിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അരയുണ്ട്, കാലുണ്ട്, കാലിൽ പാദമില്ല. എന്താണ്? അരയുണ്ട്, കാലുണ്ട്, കാലിൽ പാദമില്ല. പണ്ട് പുരുഷന്മാർ മാത്രമേ ഈ ഒരു സാധനം ഉപയോഗിക്കുമായിരുന്നുള്ളൂ. ഇപ്പോൾ സ്ത്രീകളും
കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ജീൻസ് ജീൻസ് കറക്റ്റ് ആൻസറാണ്. പാൻറ്. ഓക്കെ, എങ്കിലും ജീൻസ് പറഞ്ഞില്ലേ, അതുകൊണ്ട് നമുക്ക് അത് കൊടുക്കാം. അതാണ് ഉദ്ദേശിച്ചത് അല്ലേ? ആണ് ഉദ്ദേശിച്ചത് വന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അമ്മയെ തൊട്ടാലും അമ്മ മകനെ തൊട്ടാലും അത് അമ്മയെ തൊട്ടാലും മുങ്ങി മരിക്കും. എന്താണ്? തീപ്പെട്ടിയല്ല, മുങ്ങി മരിക്കും. മറ്റേ തൊടുമ്പോഴല്ലേ മരിക്കുന്നത്, മുങ്ങി മരിക്കും. നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഇത്. ഉപ്പ്. ഉപ്പ് കറക്റ്റ് ആൻസർ ആണ്. അമ്മയല്ലേ ഉപ്പ്? മനസ്സിലായില്ലേ? മുങ്ങി മരിക്കത്തില്ലേ? ഓക്കെ, ഇപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാൻ. ഇവിടെ ചേച്ചിയാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. 3 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. ഇപ്പോൾ അടുത്ത ഇനി ആകെ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. നോക്കട്ടെ, അടുത്തിന്റെ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അകന്ന് നിന്ന് നോക്കി കാണും, കണ്ടതെല്ലാം ഉള്ളിലാക്കും. എന്താണ്? അകന്ന് നിന്ന് ക്യാമറ. കറക്റ്റ് ആൻസർ. അപ്പോൾ 4 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞ എന്തായിരുന്നു പേര്? സുചിത്ര. അപ്പോൾ ഇന്നത്തെ ഇൻചോർജ് പ്രോഗ്രാമിന്റെ വിജയ് സുചിത്ര ചേച്ചിയാണ്. സുചിത്ര ചേച്ചിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരമുണ്ട്. ക്ലാപ്പ്. അപ്പോൾ ഇന്നത്തെ ഇൻചോർജ് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ ബൈ.